എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഡിപ്രഷൻ ഉള്ളവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന് നമുക്കറിയാം. അവർ എപ്പോഴും ഒരു സ്ഥലത്ത് വളരെയധികം മൂകമായി ശോകമൂകമായി ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും പൊതുവെ പറയാറുണ്ട്, എടോ താനൊന്ന് പുറത്തേക്ക് വാ, താനൊന്ന് പുറത്തേക്ക് ഇറങ്ങൂ, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യൂ, ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്, പുറത്തേക്ക് വരൂ എന്നെല്ലാം പറയുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡിപ്രഷൻ ഉള്ളവർക്ക്, ഡിസ്തൈമിയ പോലെയും ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം വളരെയധികം മേജർ ഡിപ്രസീവ് ഡിസോർഡർ അങ്ങനെയെല്ലാം ഉള്ളവർക്ക് ആക്ച്വലി അതിൽ നിന്നും അങ്ങ് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ കഴിയുമോ? നമ്മളെല്ലാം ചിന്തിക്കുന്നത് പോലെ അത് അത്ര എളുപ്പമാണോ എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വിഷയത്തിൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവർക്ക് എപ്പോഴും നെഗറ്റീവായ ചിന്തകളും നെഗറ്റീവായ ഇമോഷൻസും വന്നുകൊണ്ടേയിരിക്കുന്നു, വളരെ ഗഹനമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർ ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ നിന്നും ചിന്തകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങേയറ്റം നമ്പായ പോലെ, അവരുടെ മനസ്സും ശരീരവും നമ്പായി മാറുകയാണ്, അങ്ങേയറ്റം മരവിച്ച പോലെ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് വേണം കാണാൻ. അവർ അങ്ങനെ നമ്പായി പോകുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് എമോഷൻസും കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്കുള്ള ഒരു വഴിയാണ്, അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുക്കുന്ന വഴിയാണ്, നീ അങ്ങ് നിശ്ചേതനായിട്ട് അങ്ങോട്ട് ഇരുന്നേക്കും, ഒരു ചിന്തയും വരണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഈ ഡിപ്രഷനിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുവാൻ അവരെ സമ്മതിക്കുന്നില്ല. കാരണം അവർ ഇൻട്രാക്ട് ചെയ്താൽ അവർക്ക് കൂടുതൽ എമോഷൻസും കൂടുതൽ നെഗറ്റീവ് തോട്ട്സും വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ കൂടുതൽ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കുന്ന ഒരു മാനസികാവസ്ഥ അവർക്ക് സ്വയം ഉണ്ടാക്കുകയാണ്. കൂടുതൽ എമോഷൻസും കൂടുതൽ നെഗറ്റീവ് തോട്ട്സും വരാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മനസ്സ് തന്നെ, ബ്രെയിൻ തന്നെ, ശരീരം തന്നെ കളിക്കുന്ന ഒരു കളിയായിട്ട് വേണം അതിനെ കാണാൻ. മൂന്നാമത്, ഈ പറഞ്ഞ ബ്രെയിനിന്റെ കളി കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലും മനസ്സിലും അവർക്കുണ്ടാകുന്ന വേദനകളെയും അഗണികളെയും, മാനസികമായ വേദനകളെയും ശാരീരികമായ വേദനകളെയും മാനസികമായ എമോഷൻസിനെയും എല്ലാം അവർ തന്നെ അങ്ങേറ്റം ഒരു ഡീസെൻസിറ്റൈസറായിട്ട് കാണാൻ തുടങ്ങും. അവരെ അത് ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവരെ ഈ പറഞ്ഞ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൊണ്ടുപോവുകയാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രെയിനിന്റെ ഒരു രീതിയാണ്, ബ്രെയിനിന്റെ ഒരു മാറ്റമാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മാറുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ. ആ ഡിപ്രഷൻ ഇവരെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലേക്കും അവരുടെ തന്നെ സഫറിങ്ങിൽ നിന്നും കൂടുതൽ ഡീസെൻസിറ്റൈസ് ആക്കുന്നു. നാലാമതായി, 24 മണിക്കൂറും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസുമായും അവരുടെ മാനസികാവസ്ഥയുമായും അവരുടെ നെഗറ്റീവ് തോട്ടുകളുമായും എല്ലാം ഇവർ അങ്ങേയറ്റം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിൽ നിന്നും ബ്രെയിൻ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവരെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി, 5-മതായി, മറ്റുള്ളവരിൽ നിന്നും ഇവർക്ക് ലഭിച്ചേക്കാവുന്ന സമാധാനത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും പുതിയ പുതിയ ആക്ടിവിറ്റീസിൽ നിന്നുമെല്ലാം ഇവരെ അകറ്റുവാൻ വേണ്ടി ബ്രെയിൻ ഒരു ബാരിയർ സൃഷ്ടിക്കുന്നു, ഒരു രക്ഷാ കവചം സൃഷ്ടിക്കുന്നു. അതും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, പ്രഷർ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാകുമ്പോൾ, പ്രഷറിന് വേണ്ടി പലതും ചെയ്യണമെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് എമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ചിന്തകളും കൂടും എന്നുള്ള അവസ്ഥയിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഈ ബ്രെയിൻ ചെയ്യുന്ന ഒരു ഷീൽഡാണത്. അതായത് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷൻ ബാധിച്ച ആളുകളെ അവരുടെ സഫറിങ്ങിൽ നിന്നും നെഗറ്റീവ് എമോഷൻസിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ശാരീരികമായ മാനസികമായ വേദനകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ ബ്രെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാരിയറാണ് ഈ മരവിച്ചുള്ള അവരുടെ പെരുമാറ്റവും ഇരിപ്പും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര പെട്ടെന്ന് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. പൊതുവെ ആളുകൾ പറയാറുണ്ട്, അവർക്കിങ്ങനെ പുറത്തേക്ക് വന്നാൽ പോരെ, താനൊന്ന് പുറത്തേക്ക് ഇറങ്ങ്, താനൊന്ന് സംസാരിക്കുക, താനൊന്ന് മറ്റുള്ളവരുമായിട്ട് ഇടപഴക്, താനൊരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യ് എന്നെല്ലാം പറയുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാത്തതിനുള്ള കാരണവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിപ്രഷൻ അത്ര സാധാരണപ്പെട്ട ഒരു അസുഖമല്ല. അതിന് പ്രോപ്പറായ ചികിത്സ അത്യാവശ്യമാണ്, തെറാപ്പിയും ആവശ്യമാണ്, മരുന്നുകളും ആവശ്യമാണ്. അവരെ അവഗണിക്കരുത്, അവർ കൈവിട്ടു പോയവരാണ് എന്ന് കരുതരുത്. നല്ല ചികിത്സ കൊടുത്താൽ രക്ഷപ്പെടുവാനുള്ള, ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാവുക.